ഹലോ ഗായ്സ്, ഞാൻ ബർദുബായ് മ്യൂസിയം അൽ ജിന്ദഗ മ്യൂസിയത്തിൽ വന്നിരിക്കുന്നു. അടിപൊളി സ്ഥലമാണ്, നല്ല രസമുള്ള സ്ഥലമാണ്. വെള്ളമൊക്കെ ഇതാ കണ്ടോ, അടിപൊളിയാണ്. രാത്രി 2 മണി ടൈമാണ്, ദുബൈ ടൈം. ആളുകളൊക്കെ ഇന്ന് സംസാരിക്കുന്നു, ഫോൺ നോക്കുന്നു, നാളെ ഇരിക്കുന്നു. ഇത് പഴയ കാലത്ത് ഷെയ്ക്കിൻ്റെ കൊട്ടാന്നൊക്കെ പറഞ്ഞാൽ അവർ ഉപയോഗിച്ചിരുന്ന കപ്പലിലൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടാവും. നല്ല രസമുള്ള പ്ലേസാണ്. ഇപ്പോൾ ഈ ടൈമായപ്പോൾ നല്ല പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നു, അടിപൊളിയാണ്. ഒരുപാട് വയസ്സ് പ്രായമായ ഒരു ആൽമരമുണ്ട് ഇവിടെ. അവിടെ നല്ല ഭംഗിയുള്ള സ്ഥലം. ഞാനും എൻ്റെ ഫ്രണ്ട്സും നൈറ്റിലിങ്ങനെ ഇറങ്ങുന്നതാണ്, ഒക്കെ കാണിക്കാം. വൈറ്റ് പൂക്കളാണ് മൊത്തത്തിൽ. വേറെ സൈഡിലേക്ക് പോയാലാണ് റെഡ് പൂക്കളുടെ. നമ്മൾ ഈ സൈഡ് മാത്രം ഇങ്ങനെ കാണുന്നു. അടിപൊളി കാണാൻ രസം, വൈറ്റ് പൂക്കൾ. ഈ സൈഡിൽ ഇപ്പുറം കുറേ ഇരിക്കാനുള്ള ഷീറ്റുകളുണ്ട്. എൻ്റെ വെള്ളം ഇതിത്തെ വെള്ളം ഉപ്പ് വെള്ളമായിരിക്കും, പക്ഷേ കടലത്തെ വെള്ളമാണ്. തിരയൊന്നുമില്ല, ഇങ്ങനെ ബണ്ട് കെട്ടിയ പോലെ കെട്ടിയിട്ടുണ്ട്. അടിപൊളിയാണ്, നല്ല രസമുള്ള സ്ഥലം. നൈറ്റിലൊക്കെ ഇങ്ങനെ എല്ലാവരും നൈറ്റിലൊക്കെ വന്നിരിക്കും ഇവിടെ. അപ്പുറം ഗോൾഡ് സൂക്ക്. നമ്മൾക്ക് എന്തൊക്കെയോ ഇങ്ങനെ മാർബിളിൽ കൊത്തി എന്തൊക്കെയോ ഉണ്ടാക്കി. ഇത് മാർബിളാണ്, മാർബിളിൽ കൊത്തിയിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. നല്ല രസമുള്ള ശില്പങ്ങൾ അതൊക്കെ കൊത്തിയത്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസാണിത്. അറബിയിലൊക്കെ ഇംഗ്ലീഷിലും ഉണ്ട്. കൾച്ചറൽ അക്കോമഡേഷൻ. ഇത് മാർബിളിൽ കൊത്തി ഉണ്ടാക്കിയ ഒക്കെ അങ്ങനത്തെ ഓരോ സാധനങ്ങളാണ്. എല്ലാം മാർബിൾ കൊണ്ട് കൊത്തി ശില്പം പോലെ ഉണ്ടാക്കിയ സാധനം. അടിപൊളിയാണ്, എന്ത് രസമാണ്. ഈ ഒരു പുഴേൻ്റെ തീരത്ത്, പുഴ എന്ന് പറയുക അല്ലെങ്കിൽ എന്താ പറയുക, കടലിങ്ങനെ കെട്ടി നിർത്തിയത് കണ്ടോ. എല്ലാം മാർബിളിൽ ഉണ്ടാക്കിയാണ്. അതേപോലെ ഇതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ കയറിയാൽ അപ്പുറത്ത് കുറേ ഭാഗങ്ങൾ നല്ല രസമുള്ള പ്ലേസാണ്. അപ്പോൾ അങ്ങോട്ട് കയറുന്നില്ല, ടൈം കുറേ ലേറ്റ് ആയതുകൊണ്ട്. അതുപോലെ ഇതുണ്ടോ, ഇതൊരു കപ്പലാണ്. ഇത് പഴയ കാലത്ത് ഷെയ്ഖുമാരൊക്കെ ഉപയോഗിച്ച എന്തെങ്കിലും കപ്പലോ അതായിരിക്കും. ഇത് കുറച്ച് ശില്പങ്ങളുണ്ട്. ഒരു ബോക്സൊക്കെ ഇങ്ങനെ എടുക്കുന്ന പോലെ ഒരിത്. ഒരാളിങ്ങനെ നിൽക്കുന്നു, ഒരാളങ്ങനെ പിടിക്കാൻ വരുന്ന പോലെ നിൽക്കുന്നു. നല്ല ഭംഗിയുണ്ട് കാണാൻ. 2 ബോക്സ് അതിൽ കയറ്റിയിട്ടിങ്ങനെ, അടുത്ത ബോക്സ് അത് എടുക്കുന്നു. അപ്പോൾ ഇതിവിടെ നിന്ന് മാനേജ് ചെയ്യുന്നു. ഇത് വാങ്ങാൻ വേണ്ടിയിട്ട് ആ പെട്ടി ബോക്സ് എടുക്കുമ്പോൾ ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൈ താത്തിയ പോലെ. ഇതിന് കയറൊക്കെ കെട്ടിയുണ്ടോ, നല്ല കയറൊക്കെ കെട്ടി കുറ്റിയൊക്കെ അടിച്ച് നല്ല സേഫാക്കിയിട്ടാണ് അത് വെച്ചിട്ടുള്ളത്. നല്ല രസമുള്ള മരങ്ങളൊക്കെ, നല്ല അടിപൊളി മരങ്ങൾ, വൈറ്റ് പൂക്കളെ താഴെ. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ കോട്ടീസൊക്കെ കെട്ടിയ പോലത്തെ പോകുന്നതൊക്കെ ഒരു ബിൽഡിങ്ങുകൾ, തൂണൊക്കെ. ഇതൊക്കെ പഴയ കാലത്ത് എന്തൊക്കെയോ ആണ്. മരത്തിൻ്റെ ഡോറാണ് കണ്ടോ, കൊത്തുപണിയൊക്കെ ഉള്ള മരത്തിൻ്റെ ഡോറുകൾ. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ബാൽക്കണി, മുകളിലൊരു ശില്പം കൈകൊണ്ട് ഇങ്ങനെ കാണിക്കുന്ന പോലെ. അത് ഒരു അറബിൻ്റെയാണ്, അറബിൻ്റെ ഒരു സ്റ്റാച്ചു. എന്താ നല്ല ഭംഗിയുണ്ട്. ഞാൻ കാണുന്ന ഇൻഫിനിറ്റി ബ്രിഡ്ജാണ്. ഇൻഫിനിറ്റി ബ്രിഡ്ജ് ഇവിടെ കാണാൻ നല്ല നല്ല സ്ഥലങ്ങൾ, അടിപൊളി. അവിടെ വന്നാൽ ഇത് ബർദുബായിൽ ജിന്ദഗ മ്യൂസിയത്തിൻ്റെ ബാക്ക് സൈഡാണ്, ഫ്രണ്ടല്ല. ഫ്രണ്ടിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്, നല്ല രസമുള്ള പ്ലേസാണ്.
ഇതാണ് ഇൻഫിനിറ്റി ബ്രിഡ്ജ്. അപ്പോൾ ഗായ്സ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഈ ഭാഗമൊക്കെ കണ്ടാൽ നല്ല പഴയ ഒരു കൊട്ടാരത്തിൻ്റെ ശൈലിയാണ്. ചുമര്, ഇതിന് ഡോറൊക്കെ പഴയ നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന വീട് പോലെ പഴയ പൂട്ട് കൊത്തുപണികളൊക്കെ ഉള്ളൊരു വീടാണ്. പഴയ കൊട്ടാര വീടുകളൊക്കെ ഉള്ള പോലെ സൈഡിൽ കിളിവാതിൽ എന്നൊക്കെ പോലെ ഇങ്ങനത്തെ ചെറിയൊരു കിളിവാതിലൊക്കെ ഉണ്ട് ഈ കൊട്ടാരത്തിന്. കൊട്ടാരം ഞാൻ പറയാം, കൊട്ടാരത്തിന് സൈഡുകളാണെന്നാണ് ആണത് ഈ മ്യൂസിയം ആണെന്ന് പറയുന്നത്. സിന്ദഗ മ്യൂസിയം എന്നും പറയും, ദുബായ് കൾച്ചർ മ്യൂസിയം എന്ന് ഇതിന് പറയാറുണ്ട്. രണ്ടും ഇതിൻ്റെ ഇത് പേര് തന്നെ. അപ്പോൾ ആ സൈഡിൽ ഇത് കുറേ ഭാഗങ്ങളുണ്ട്. ഇതിൻ്റെ വേറൊരു ഭാഗമാണ് അൽസീഫ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. ദുബായിൻ്റെ മറ്റേ തലക്കൽ. ഓക്കെ, അടിപൊളിയാണ്. ഈ കാറ് ഇവിടെ പൈസ കൊടുത്തിട്ട് നമുക്കിതിൽ കയറി അവർക്ക് അരക്കിലോർത്ത് കട്ടിത്തരും മൊത്തത്തിൽ. ദുബായ് ഇൻ്റർനാഷണൽ ഹെറിറ്റേജ് സെൻ്ററാണ് ഇത്. അപ്പോൾ ഗായ്സ് ഞങ്ങൾ പോവുകയാണ്. വീഡിയോസ് കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.